ലോകത്തെ ഞെട്ടിച്ച എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തു വരുമ്പോൾ അത് വെറുമൊരു ലൈംഗിക അതിക്രമ കേസിന്റെ ചുരുളഴിയൽ അല്ല, മറിച്ച് ആഗോളതലത്തിലുള്ള അധികാരത്തിന്റെ ദുർവിനിയോഗത്തിന്റെയും ധനികരുടെ നിഗൂഢമായ അധോലോകത്തിന്റെയും ഭീതിപ്പെടുത്തുന്ന നേർക്കാഴ്ചയാണ്. അമേരിക്കൻ ധനകാര്യ ഇടപാടുകാരനായ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന പേര് ഇന്ന് ലോകം കേൾക്കുന്നത് കേവലം ഒരു കുറ്റവാളിയുടേതല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളെ തന്റെ ക്രൂരകൃത്യങ്ങളിൽ പങ്കാളികളോ സാക്ഷികളോ ആക്കിയ ഒരു വൻ ശൃംഖലയുടെ തലവനായാണ്. അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ എങ്ങനെ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി പതിറ്റാണ്ടുകളോളം തങ്ങളുടെ വൈകൃതങ്ങൾ മറച്ചുവെച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. എപ്സ്റ്റൈന്റെ വിശ്വസ്തയും പങ്കാളിയുമായ ഗിസ്ലെയ്ൻ മാക്സ്വെല്ലിന്റെ ശിക്ഷാവിധിക്ക് പിന്നാലെ കോടതി രേഖകൾ പരസ്യമായതോടെ ലോകം ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ സെക്സ് ട്രാഫിക്കിംഗ് റാക്കറ്റിന്റെ നിഗൂഢതകൾ ഒന്നൊന്നായി വെളിച്ചത്ത് വരികയാണ്. ജെഫ്രി എപ്സ്റ്റൈൻ എന്ന വ്യക്തി ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരമില്ല. ഒരു സാധാരണ ഗണിതശാസ്ത്ര അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അയാൾ അതിവേഗമാണ് ശതകോടീശ്വരന്മാരുടെ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധനായി മാറിയത്. എന്നാൽ അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എപ്പോഴും അവ്യക്തമായിരുന്നു. ലോകത്തിലെ അതിസമ്പന്നന്മാരുമായും രാഷ്ട്രത്തലവന്മാരുമായും ശാസ്ത്രജ്ഞന്മാരുമായും അയാൾ അഗാധമായ സൗഹൃദം സ്ഥാപിച്ചു. ന്യൂയോർക്കിലെ ആഡംബര വസതിയും കരീബിയൻ കടലിലെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപും അയാളുടെ നിഗൂഢമായ ഇടപാടുകളുടെ കേന്ദ്രങ്ങളായി മാറി. പ്രലോഭനങ്ങളും ഭീഷണികളും വഴി പെൺകുട്ടികളെ വലയിലാക്കുകയും അവരെ തന്റെ ഉന്നതരായ സുഹൃത്തുക്കൾക്കായി കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു പാരലൽ സിസ്റ്റമാണ് എപ്സ്റ്റൈൻ അവിടെ കെട്ടിപ്പടുത്തത്. ഇതിനെ ഒരു പിരമിഡ് സ്കീം പോലെയാണ് അയാൾ പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന് ഇരകൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എപ്സ്റ്റൈൻ ദ്വീപ് അഥവാ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന പ്രദേശം ലോകത്തിന് മുന്നിൽ ഒരു ആഡംബര പറുദീസയായിരുന്നെങ്കിൽ അവിടെ അകപ്പെട്ട പെൺകുട്ടികൾക്ക് അത് നരകതുല്യമായ ഒരിടമായിരുന്നു. വിദേശത്ത് നിന്നും ദരിദ്ര ചുറ്റുപാടുകളിൽ നിന്നും മോഹന വാഗ്ദാനങ്ങൾ നൽകി എത്തിക്കുന്ന പെൺകുട്ടികളെ അവിടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കി. ഇതിന്റെ ഏറ്റവും ഭയാനകമായ വശം എന്തെന്നാൽ ഈ ദ്വീപിലേക്ക് അതിഥികളായി എത്തിയിരുന്നവരുടെ പട്ടികയാണ്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ, വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങി വിശ്വപ്രസിദ്ധരായ ഒട്ടേറെ പേർ എപ്സ്റ്റൈന്റെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പട്ടികയിലുള്ള എല്ലാവരും കുറ്റവാളികളാണെന്നോ പീഡനത്തിൽ പങ്കാളികളാണെന്നോ ഇതിനർത്ഥമില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കേന്ദ്രങ്ങളിലൊന്നിൽ ഇവരുടെ സാന്നിധ്യം എങ്ങനെയുണ്ടായി എന്നത് വൻ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. രേഖകളിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ ഓരോന്നും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ബിൽ ക്ലിന്റൺ എപ്സ്റ്റൈന്റെ സ്വകാര്യ വിമാനത്തിൽ പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെന്ന കണ്ടെത്തലും ട്രംപിന്റെ മുൻകാല സൗഹൃദങ്ങളും വലിയ രാഷ്ട്രീയ ആയുധങ്ങളായി മാറിക്കഴിഞ്ഞു. ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ആൻഡ്രൂ രാജകുമാരനെതിരെയുള്ള ആരോപണങ്ങൾ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഈ ഉന്നതർക്കൊക്കെ എപ്സ്റ്റൈന്റെ യഥാർത്ഥ മുഖം അറിയാമായിരുന്നോ അതോ അവർ അയാളുടെ സ്വാധീന വലയത്തിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയതാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയും അവർക്ക് സംരക്ഷണം നൽകാൻ ഭരണകൂടങ്ങൾ പോലും കൂട്ടുനിൽക്കുന്ന രീതിയും എപ്സ്റ്റൈൻ കേസിലൂടെ വ്യക്തമായി. 2008 ആദ്യമായി പിടിയിലായപ്പോൾ വെറും 13 മാസത്തെ തടവ് ശിക്ഷയിൽ അയാൾ ഊരിപ്പോയത് അന്നത്തെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. എപ്സ്റ്റൈൻ കേസിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മറ്റൊരു വശമാണ്. 2019 അതീവ സുരക്ഷയുള്ള ജയിലിൽ വെച്ച് അയാൾ ആത്മഹത്യ ചെയ്ത രീതി ഇന്നും പലരിലും സംശയം ജനിപ്പിക്കുന്നു. ലോകത്തെ ഉന്നതരായ പലരുടെയും രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാൾ കൊല്ലപ്പെട്ടതാണോ അതോ നിയമത്തിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടതാണോ എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. എപ്സ്റ്റൈന്റെ മരണത്തോടെ പല സത്യങ്ങളും കുഴിച്ചുമൂടപ്പെടുമെന്ന് കരുതിയെങ്കിലും അതിജീവിച്ചവരുടെ ധീരമായ പോരാട്ടമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദശലക്ഷക്കണക്കിന് രേഖകൾക്ക് പിന്നിൽ. ഗിസ്ലെയ്ൻ മാക്സ്വെൽ എന്ന സ്ത്രീയുടെ പങ്ക് ഈ കേസിലെ സ്ത്രീവിരുദ്ധതയുടെയും ക്രൂരതയുടെയും ആഴം വർദ്ധിപ്പിക്കുന്നു. പെൺകുട്ടികളെ കണ്ടെത്താനും അവരെ ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കാനും ഒരു സ്ത്രീ തന്നെ നേതൃത്വം നൽകി എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. ഈ കേസിലെ ഓരോ വെളിപ്പെടുത്തലുകളും നമ്മുടെ സമൂഹത്തിലെ ചില അലിഖിത നിയമങ്ങളെയാണ് പൊളിച്ചെഴുതുന്നത്. സമ്പത്തും പ്രശസ്തിയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഏതൊരു വലിയ കുറ്റകൃത്യവും മറച്ചുവെക്കാമെന്ന ധാരണക്കേറ്റ വലിയ പ്രഹരമാണ് എപ്സ്റ്റൈൻ ഫയലുകൾ. ഇരകളായ പെൺകുട്ടികൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. അവർക്കായി നീതി ലഭിക്കുക എന്നത് കേവലം എപ്സ്റ്റൈനെ ശിക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഈ പാപക്കറയിൽ പങ്കുള്ള ഓരോ ഉന്നതനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഈ ക്രിമിനൽ ശൃംഖലയുടെ പതനം വരാനിരിക്കുന്ന കാലത്തെ കുറ്റവാളികൾക്കുള്ള താക്കീത് കൂടിയാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ പടുത്തുയർത്തിയ ഈ ക്രൂരതയുടെ സാമ്രാജ്യം ഒടുവിൽ തകർന്നു വീഴുമ്പോൾ അത് നൽകുന്ന പാഠം വളരെ വലുതാണ്. നീതി വൈകിയേക്കാം, പക്ഷേ അത് അസാധ്യമല്ല.
ഈ ഫയലുകൾ ഇനിയും പൂർണ്ണമായി പുറത്തു വരാനുണ്ട്. ഓരോ പേരും ഓരോ രഹസ്യങ്ങളും വെളിച്ചത്ത് വരുമ്പോൾ കൂടുതൽ പ്രമുഖരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. എപ്സ്റ്റൈൻ ഫയലുകൾ വെറുമൊരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇരുണ്ട വശങ്ങളിലേക്ക് തുറന്നുവെച്ച ഒരു കണ്ണാടിയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം ഉറപ്പിക്കാൻ ഈ കേസിലെ ഓരോ ഇഞ്ചും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.